ഇന്നലെ 12-ാമത്തെ ശ്ലോകം കഴിഞ്ഞു തോന്നുന്നു അല്ലെ. 7-ാമത്തെ അധ്യായം 12-ാമത്തെ ശ്ലോകം കഴിഞ്ഞു. അപ്പൊ ആ ശ്ലോകത്തിൽ പറഞ്ഞു ത്രിഗുണങ്ങള് അല്ലെ, ഏതൊക്കെയാണോ സത്വഗുണം ഡോമിനേറ്റീവ്, സത്വഗുണ പ്രധാനമായ ഭാവങ്ങൾ എന്തൊക്കെയാണോ, അതേപോലെ രജോ ഗുണവുമായി ബന്ധപ്പെട്ട ഭാവങ്ങൾ എന്തൊക്കെയാണോ, തമോ ഗുണത്തിന് പ്രാധാന്യം വരുമുണ്ടാകുന്ന ഭാവങ്ങൾ ഏതൊക്കെയാണോ, അതെല്ലാം എന്നിൽ നിന്നുണ്ടായതാണ് എന്നാണ് പറയുന്നത്. അതൊക്കെ എന്നിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത്. അത് എന്നിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അത് എന്നിലാണ് പൂർണ്ണമായി നിലനിൽക്കുന്നത്. പക്ഷെ അതിൽ ഞാൻ പൂർണ്ണമായിട്ടുണ്ട് എന്ന് കരുതാൻ പറ്റില്ല എന്ന് പറഞ്ഞു അല്ലെ. അതിനെക്കുറിച്ച് ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തു. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ഇന്നലെ. അപ്പൊ ഇനി തുടർന്ന് പറയുന്നു, ഇപ്പോ ഒരു വസ്തുവില് അതിൽ നിന്ന് വേർതിരിച്ച് പ്രകടമാകുന്ന ചെറിയ ചെറിയ ഭാവങ്ങള് ആ വസ്തുവിന്റെ തന്നെ അംശമാണ് അല്ലെ, അതിൽ നിന്ന് വേറെ അല്ലാത്ത അംശമാണ്. പക്ഷേ ഇവിടെ എന്താണ് പ്രശ്നം പറ്റുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഭിന്നാംശങ്ങൾക്ക്, അല്ലെങ്കിൽ ഇതിനെ നാമരൂപങ്ങൾ എന്ന് പറയും. അതാണ് ഇന്നലെ സമുദ്രത്തിന്റെ തിരമാലകളുടെ കാര്യം പറയാനുള്ള കാരണം അതാണ്. സമുദ്രത്തിന്റെ ഭാഗമാണ് തിരമാലകൾ. പക്ഷെ തിരമാലകൾ സമുദ്രത്തിന്റെ ഒരു ചെറിയ അംശമാണ് അല്ലെ, വളരെ ചെറിയൊരു അംശമാണ്. പക്ഷെ ആ തിരമാലകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാലോ സമുദ്രത്തിനെ നമ്മൾക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ഇവിടെയും സംഭവിക്കുന്നതാണ്, നമുക്ക് സംഭവിക്കുന്നതാണ്, ഈ നാമരൂപങ്ങൾ ഉണ്ടായിരിക്കുന്നത് ആ വസ്തുവിൽ നിന്നാണ്. അതിന്റെ തന്നെ അംശമാണ് ഈ നാമരൂപങ്ങളൊക്കെ പുറമേ കാണുന്നത് മുഴുവൻ. പക്ഷെ ഇവിടെ എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ നാമരൂപങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയാണോ. അപ്പൊ നാമരൂപങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഉള്ള വസ്തുവിൽ നിന്ന് അതിനെ വേറെയായിട്ട് കാണാനായിട്ട് തുടങ്ങും. അങ്ങനെ വേർതിരിച്ച് കാണുമ്പോൾ എന്താ സംഭവിക്കുക, ആ ഉള്ള വസ്തുവിന്റെ യഥാർത്ഥമായ സ്വരൂപം അങ്ങനെ മറഞ്ഞു പോകും. അതുകൊണ്ടാണ് നമുക്ക് ഈശ്വരനെ അറിയാൻ പറ്റാത്തത്. കാരണം ഈശ്വരനിൽ നിന്നുണ്ടായ ഈ നാമരൂപങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു നമ്മൾ അല്ലെ. ശരിയല്ല, മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടിയ ഇതിന് പ്രാധാന്യം കൊടുത്തു. അപ്പൊ അതുകൊണ്ട് അതിന്റെ പുറകിലുള്ള സത്യത്തിനെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല, അത് മറഞ്ഞുപോയി. അപ്പൊ അതുകൊണ്ട് ഈ ത്രിഗുണഭാവങ്ങളെ, 3 ഗുണങ്ങളുടെയും ഭാവങ്ങളെ വേർതിരിച്ച് കണ്ട് അതിനോട് അറ്റാച്ച്ഡ് ആവുന്നവർക്ക്, അതിന് പ്രാധാന്യം കൊടുക്കുന്നവർക്ക് പരമസത്യം അറിയാനേ സാധിക്കില്ല എന്ന് പറയുന്നത്. അടുത്ത ശ്ലോകത്തിൽ അതാണ് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് പരമസത്യം അറിയാനായിട്ട് പറ്റില്ല. 13-ാമത്തെ ശ്ലോകം ചൊല്ലിക്കോളൂ. ത്രിഭിർഗുണമൈർഭാവൈഃ ദേഭിഃ സർവമിദം ജഗത് മോഹിതം നാഭിജാനാതി മാമേവ പരമവ്യയം. 13-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ത്രിഭിർ ഗുണമയർഭാവൈ ഏഭി സർവമിദം ജഗത് മോഹിതം ജാനാതി മാമേഭ്യ പരമവ്യയം. ഏഭി ത്രിഭി, അതെന്നാ ഈ 3, ഏത് 3? ഈ രജോ ഗുണവും സത്വഗുണവും തമോ ഗുണവും, ഈ 3 രൂപങ്ങളായ ഇത് 3 ഗുണമയ ഭാവൈ, ഗുണമയമായ ഭാവങ്ങളില് മോഹിതം പറഞ്ഞ മോഹിച്ചു പോയ, ഇതം സർവം ജഗത്തി മുഴുവൻ ലോകവും, ഏഭ്യ പരം എന്ന് പറഞ്ഞാൽ ഈ ഗുണഭാവങ്ങൾക്ക് അപ്പുറം നിൽക്കുന്നവനായ അവ്യയമായ അല്ലെ സനാതനമായ ഒരിക്കലും അഴിവില്ലാത്ത പരമാത്മാവ് എന്നെ അഭിജാനത അറിയില്ല എന്നുള്ളത്. എന്നാൽ ഈ 3 ഗുണങ്ങൾ എന്നിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞു അല്ലെ, എന്നിൽ നിന്നാണ് ഉണ്ടായത്. പക്ഷേ ഈ 3 സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഈ 3 ഗുണമയ ഭാവങ്ങളിൽ മോഹിച്ചു പോയ ഈ ലോകം മുഴുവൻ, ലോകം എന്ന് പറഞ്ഞാൽ ഇവിടെ ആളുകൾ മുഴുവൻ, ഈ ത്രിഗുണങ്ങൾക്കും അപ്പുറത്താണ് ഞാൻ നിൽക്കുന്നത്. എന്റെ സ്ഥാനം ഇതിനപ്പുറത്താണ്. അപ്പൊ ഈ ഗുണഭാവങ്ങൾക്ക് അപ്പുറം നിൽക്കുന്നവനായ ഒരു സനാതനമായ പരമാത്മാവായ എന്നെ നേരിട്ട് അറിയാൻ പറ്റണില്ല ആളുകൾക്ക്. കാരണം അതിന്റെ ഈ ഗുണഭാവങ്ങളിൽ കുടുങ്ങിപ്പോയിരിക്കുകയാണ് ആളുകൾ. അതാണ് പറയുന്നത്. ഏതാണ് ഈശാവാസ്യ ഉപനിഷത്തില് പറയുന്നില്ലേ, എന്താണ്, ഹിരൺമയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം. ഹിരൺമയ തേജോവർണമായ അല്ലെ സ്വർണവർണമായ ഒരു പാത്രം കൊണ്ട് സത്യത്തിന്റെ മുഖം മറച്ചു പിടിച്ചിരിക്കുകയാണ്, മൂടി വെച്ചിരിക്കുകയാണ് എന്നാണ്. അതേപോലെയാണ് ഇത് സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ മൂടിയിട്ടൊന്നുമില്ല, പക്ഷെ അതിനെ കാണാനായിട്ട് പറ്റുന്നില്ല. എന്താ കാരണം? ആ വർണ്ണങ്ങളിൽ കുടുങ്ങിപ്പോയി. അതാണ് പ്രശ്നം.
ഇപ്പൊ മോഹിതം ജഗത്ത്, അപ്പൊ ഈ പ്രപഞ്ചം മുഴുവനും, പ്രപഞ്ചത്തിൽ എല്ലാ ഘടകങ്ങളും പരമാത്മാവിന്റെ തന്നെ അംശങ്ങളാണ്. പരമാത്മാവിൽ നിന്ന് വ്യത്യസ്തമല്ലാത്ത അംശങ്ങളാണ്, അഭിന്നാംശങ്ങളാണ് ഈ പ്രപഞ്ച ഘടകങ്ങൾ മുഴുവൻ എല്ലാം. പക്ഷേ അതൊന്നും എന്താണ്, അതിനൊന്നിനും, ആ പ്രപഞ്ച ഘടകങ്ങൾക്ക് ഒന്നിനും തന്നെ പരമാത്മാവിന്റെ സ്വരൂപം പൂർണ്ണമായിട്ട് നേരിട്ട് അറിയാനായിട്ട് സാധിക്കുന്നില്ല. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രപഞ്ച ഘടകങ്ങൾ മുഴുവനും ആ ഗുണഭാവങ്ങളിൽ പെട്ടുപോയി, അതിൽ മോഹിച്ചു പോയി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ ഈശ്വരനെ അറിയാനായിട്ട് പറ്റുന്നില്ല, ആ സത്യത്തിനെ അറിയാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ പ്രപഞ്ച ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും, എല്ലാ ജീവജാലങ്ങളും വരും, സൗരയൂഥം എല്ലാം, പ്രപഞ്ചത്തിൽ എന്തെല്ലാമാണോ ഉള്ളത് ആ ഘടകങ്ങൾ അത് മുഴുവൻ അതിനകത്ത് വരും. അപ്പൊ അതിനൊന്നിനും തന്നെ എന്നെ അറിയാനായിട്ട് പറ്റുന്നില്ല, കാരണം അത് ഈ ഗുണങ്ങളിൽ പെട്ടുപോയി, അതിൽ മോഹിച്ചു പോയി എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഈ മോഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഗുണത്തിന്റെ പുറമേക്കുള്ള പ്രദർശനമാണ് ഓരോ കാഴ്ച എന്ന് പറയുന്നത്. ത്രിഗുണങ്ങളാണ് ഈ പ്രപഞ്ചത്തിനെ നിലനിർത്തുന്ന തന്നെ ത്രിഗുണങ്ങളാണ്. അപ്പൊ ഈ ത്രിഗുണങ്ങളാണ് ഓരോരോ രൂപങ്ങളായിട്ട് യഥാർത്ഥത്തിൽ നിൽക്കുന്നത്. അതിന്റെ പ്രദർശന വസ്തുവാണ് എന്ന് വേണമെങ്കിൽ പറയും പ്രപഞ്ചം. അപ്പൊ ഈ ഓരോ കാഴ്ചയും ഓരോ രൂപങ്ങളും വേറെ വേറെയാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ വേറെ വേറെയാണെന്നുള്ള ധാരണയാണ് മോഹം എന്ന് പറയും. അതാണ് ഇതൊക്കെ വേറെ വേറെയാണെന്നുള്ള തോന്നൽ. അപ്പൊ അങ്ങനെ വേറെ വേറെയാണെന്ന് തോന്നൽ വരുമ്പോൾ എന്താ സംഭവിക്കുക? അതിനോട് ഒന്നുകിൽ രാഗം ഉണ്ടാവും, അല്ലെങ്കിൽ ദ്വേഷം ഉണ്ടാവും, അല്ലെ? വ്യത്യസ്തമായ രൂപങ്ങളെ കാണുമ്പോൾ, നവരൂപങ്ങളെ കാണുമ്പോൾ ചിലതിനോട് നമ്മൾക്കൊരു രാഗം, അത് വേണമെന്ന് തോന്നും, അതിനോടൊരു ഇഷ്ടം, ഒരു അറ്റാച്ച്മെന്റ് വരും. അതേസമയം ചിലതിനോട് നമുക്ക് ഇഷ്ടമില്ല, അല്ല, ഇഷ്ടക്കേട് വരും, അതിനോട് വെറുപ്പ്, ദ്വേഷം ഉണ്ടാവും. അപ്പൊ ഈ രാഗദ്വേഷങ്ങൾ, ഈ മോഹമാണ് രാഗദ്വേഷങ്ങൾക്ക് വഴിവെക്കുന്നത്, സത്യം അറിയാത്തത് കൊണ്ട്. അപ്പൊ എന്ത് സംഭവിക്കും? രാഗദ്വേഷങ്ങൾ ഉണ്ടാവുമ്പോൾ ജീവിതം ദുഃഖമയമായി മാറും, ജീവിതത്തിൽ ദുഃഖം ഉണ്ടാവാൻ കാരണമാവുന്നതാണ് വരെ. അപ്പൊ ഇത് എന്താണ് ഒരു മാർഗം? ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗം? മാർഗം ഇത്രയേ ഉള്ളൂ. നേരത്തെ പറഞ്ഞു, എന്താണ്? ഈ സത്യം മനസ്സിലാക്കുക. ഇവിടെ ഒന്നിനും വ്യത്യാസമില്ല. പുറമേക്ക് വേറെ വേറെ ആയിട്ട് കാണപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അതൊന്നും വേറെയല്ല, വസ്തു ഒന്നേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? ഒരേ വസ്തുവിൽ നിന്നാണ് ഈ വ്യത്യസ്തമായ രൂപങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഒരേ സ്വർണത്തിൽ നിന്നാണ് പല പേരുകളുള്ള ആഭരണങ്ങൾ ഉണ്ടായിരിക്കുന്നത്, പല പേരും രൂപമുള്ള ആഭരണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ആ ആഭരണങ്ങളിൽ കുടുങ്ങി പോകുമ്പോൾ, അതിൽ മോഹിച്ചു പോകുമ്പോഴാണ് സ്വർണത്തിനെ നമുക്ക് അറിയാൻ പറ്റാത്തത്. അപ്പൊ എല്ലാ ആഭരണങ്ങളും സ്വർണം തന്നെയാണ്, അതിന്റെ പുറകില് സ്വർണമാണ്. അതേപോലെ വിചാരം ചെയ്തറിയാൻ ഇവിടെ ഒന്നിനും തമ്മിൽ യഥാർത്ഥത്തിൽ വ്യത്യാസമില്ല, വസ്തു ഒന്നേ ഉള്ളൂ. ആ ഒരു സത്യം, ആ വേദാന്ത സത്യം വിചാരം ചെയ്തറിയണം. വിചാരം ചെയ്ത് അറിഞ്ഞാൽ പോലെ, വിചാരം ചെയ്ത് അറിയാന്ന് പറഞ്ഞാൽ അത് സിദ്ധാന്തപരമായിട്ടുള്ള അറിവാണ്. പിന്നെന്ത് വേണം? അത് അനുഭവിക്കണം. വിചാരം ചെയ്ത് അറിഞ്ഞ് അനുഭവിക്കണം. അത് മാത്രമേ മാർഗമുള്ളൂ എന്നാണ് പറയുന്നത്, ദുഃഖം ഇല്ലാതാവാൻ. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ദുഃഖം മാറാൻ എന്താ പറയാ, ഒറ്റമൂലി വേറെ ഇല്ല, എളുപ്പവഴി വേറെ ഇല്ല. ബാക്കി കുറെ മാർഗങ്ങൾ നമ്മൾ പിന്തുടരുന്നുണ്ട്, പക്ഷെ അതൊക്കെ തൽക്കാലത്തേക്കാ. കുറച്ച് സമയത്തേക്ക് ഒരു സമാധാനമൊക്കെ ഉണ്ടാവും, അല്ലെ? അത് നമ്മൾ ചെയ്യാറുണ്ട് എല്ലാവരും. ദുഃഖം മാറാനായിട്ട് നമ്മൾ അമ്പലങ്ങളിൽ പോകുന്നു, വഴിപാട് കഴിക്കുന്നു, തൽക്കാലത്തേക്ക് ഒരു ശാന്തിയൊക്കെ ഉണ്ടാവും. പക്ഷെ ശാശ്വതമായിട്ടുള്ള ഒരു ശാന്തി, സമാധാനം തരാൻ അത്തരം പ്രവൃത്തികൾക്കൊന്നും സാധിക്കില്ല, നീ എന്ത് ചെയ്താലും, അല്ലെ? അപ്പൊ ഒരൊറ്റ പോംബേ ഉള്ളൂ എന്നാണ് ഭഗവത്ഗീത പറയുന്നത്. എന്താണ്? സത്യം വിചാരം ചെയ്ത് അറിഞ്ഞ് അനുഭവിക്കണം എന്നാണ്. എന്താണ് സത്യം? ഇവിടെ ഉള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, കോൺഷ്യസ്നെസ്, ബോധം, അത് മാത്രമേ ഉള്ളൂ. ബ്രഹ്മം, അത് മാത്രമേ ഉള്ളൂ. അത് വിചാരം ചെയ്തറിഞ്ഞ് അനുഭവിക്കുക മാത്രമേ ആ ദുഃഖത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരമുള്ളൂ. അപ്പൊ ഇത് അനുഭവിച്ചു കഴിഞ്ഞാൽ, ആ വസ്തു എന്താണ്, സത്യം എന്താന്നുള്ളത് അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ബോധ്യമാവും എന്താണ് ഇവിടെ എല്ലാ ദൃശ്യങ്ങൾക്ക് എന്തൊക്കെ വേറെ വേറെ കാണുന്നുണ്ടോ അതിന് മുഴുവൻ അടിസ്ഥാനം എന്ന് പറയുന്നത് ആ പൂർണ്ണമായ സത്യമാണ്. അത് ബോധ്യമാവും. പൂർണ്ണമായ സത്യമാണ്, അത് ബോധ്യമാവും എന്ന് മാത്രമല്ല, ആ സത്യത്തിന് ഒരു കുറവും സംഭവിക്കുന്നില്ലേ, അത് പൂർണ്ണമാണ്, അതും ബോധ്യമാവും എന്നാണ് പറയുന്നത്. അപ്പോ എങ്ങനെയാണ് ഇതിനെ, ആ മായയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾക്ക്, അല്ലെ?
മായാശക്തിയാണ് സ്പന്ദിച്ച്, അതാണല്ലോ ആദ്യം സ്പന്ദനമായിട്ട് പുറത്തേക്ക് വരുന്നത്, പിന്നെയാണ് ഈ നാമരൂപങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ഈ മായ എന്നുള്ളത് ത്രിഗുണങ്ങൾ നിറഞ്ഞതാണ്, ഗുണമയിയാണ് മായ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ മായയെ ജയിക്കാൻ വളരെ പ്രയാസമാണ്, വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ആർക്കാണ് മായയെ ജയിക്കാൻ സാധിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈശ്വരനെ ശരണം പ്രാപിക്കുന്ന ആൾക്ക് മാത്രം. സർവാത്മന എന്ന് പറയുന്നുണ്ട് പ്രത്യേകം. സർവാത്മന ഈശ്വര ബുദ്ധിയെ ശരണം പ്രാപിക്കണം. അങ്ങനെയുള്ള ആൾക്ക് മാത്രമേ അത് സാധ്യമാവൂ എന്നാണ് ഭഗവാൻ വെളിപ്പെടുത്തുന്നത്. ഇതാണ് ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശത്തിൽ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അല്ലെ, എന്താണ് പറയുന്നത്? അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഒരുവിലുമൊത്തു പുറത്തു മുജ്വലിക്കും, കരുവിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതിരെ വീണ വണങ്ങിയോതിരുന്ന അതിൽ പറയുന്നുണ്ട്. ഇവിടെ വീണ വണങ്ങുക എന്ന് പറഞ്ഞാൽ അതിനെ ശരണം പ്രാപിക്കുക. അല്ലെ, അറിവിലുമേറി, അറിവെന്ന് പറഞ്ഞാൽ അതെല്ലാം അറിയുന്നു, എല്ലാം അറിയുന്ന ഒരാളുണ്ട്. അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ, ആ അറിയുന്ന ആളുടെ ഒരു എന്ന് പറഞ്ഞ ശരീരത്തിലും ഒത്തുപുറത്തും. അപ്പൊ ഇതെല്ലാം അറിയുന്ന ആളുടെ ശരീരത്തിലും പുറത്തും നിറഞ്ഞിരിക്കുന്ന ജ്വലിക്കും കരുവിന്, ആ സത്യത്തിനെ അറിയാൻ, അല്ലെങ്കിൽ എങ്ങനെ നിറഞ്ഞിരിക്കുന്ന ആ ഈശ്വരനെ അറിയാൻ എന്ത് വേണം? കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി. അല്ലെ, പഞ്ചേന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് തിരിക്കണം. ഭഗവത്ഗീതയിലും കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ പറഞ്ഞതാണ് ഉള്ളിലേക്ക് തിരിക്കാനാണ്. കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുവിൽ വീണു വണങ്ങി ഓതിരണം. വീണു വണങ്ങി ഓതിര എന്ന് പറഞ്ഞാൽ ഇവിടെ ശരണം പ്രാപിക്കും. നമ്മൾ ആരെയാണ്? ഈശ്വരനെ അന്വേഷിച്ച് പിടികിട്ടണമെങ്കിൽ ഈശ്വരന്റെ മുന്നിൽ ആദ്യം നമ്മൾ സമർപ്പണം ചെയ്യണം, ശരണാഗതി ചെയ്യണം. അപ്പോഴേ നമ്മൾക്കത് വെളിപ്പെട്ട് കിട്ടുള്ളൂ. അതാണ് ഇവിടെ ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്നത്. അതാണ്. അപ്പം സർവാത്മന ആ ഈശ്വര ബുദ്ധിയെ ശരണം പ്രാപിക്കുന്ന ആൾക്ക് മാത്രമാണ് മായയെ ജയിക്കാൻ സാധിക്കുള്ളൂ. അതാണ് ഇനി 14-ാമത്തെ അധ്യായം മുതൽ വിജ്ഞാനമാണ്, വിജ്ഞാനത്തിനാണ് പ്രാധാന്യം. അതുവരെ ജ്ഞാനം, അല്ലെ, സത്യം എന്താണുള്ളത് അതിന് പ്രാധാന്യം കൊടുത്തു. ഇനി വിജ്ഞാനത്തിന് 14-ാമത്തെ ശ്ലോകം ചൊല്ലിക്കൊള്ളു. ദൈവീ ഹേഷാ ഗുണമയീ മമ മായാ ദുരത്യയാ മാമേവ യേ പ്രപദ്യന്തെ മായാമേതാം തരന്തി തേ. അടുത്ത ശ്ലോകത്തില് പറയുന്നു, ദൈവീ ഹ്യേഷാ ഗുണമയീ മമ മായാ ദുരത്യയാ മാമേവ യേ പ്രപദ്യന്തെ മായാമേതാം തരന്തി തേ. ദേവി, ദേവി എന്നാൽ ദേവനായ പരമാത്മാവിൽ നിന്ന് പ്രകടമാകുന്ന. ആരാണ് പ്രകടമാകുന്നത്? മായ. എന്താണ് മായയുടെ ഗുണം? ത്രിഗുണമയി. ഗുണമയി, ഗുണമയി എന്ന് പറഞ്ഞാൽ ത്രിഗുണാത്മികയായ എന്നാണ്. യേശ മമമായ പരമാത്മശക്തിയായ മായ. ആ മായ എന്ന് പറയുന്നത് പരമാത്മാവിന്റെ ഭാഗം തന്നെയാണ്, പരമാത്മാവിന്റെ ഒരു ശക്തി തന്നെയാണ് മായ എന്ന് പറയുന്നത്. അപ്പൊ ദുരത്യാഹി എന്നാണ്. ദുരത്യാഹി എന്ന് പറഞ്ഞാൽ എളുപ്പം അതിനെ ജയിക്കാൻ സാധിക്കില്ല എന്ന്. ഈ മായയെ അത്ര എളുപ്പത്തില് ജയിക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ ആർക്കാണ് സാധിക്കുക? ആരൊക്കെയാണോ മാം ഏവ പരമാത്മാവായ എന്നെ തന്നെ സർവാത്മാ ശരണം പ്രാപിക്കുന്നത്, അവരൊക്കെ ഈ മായയെ കടക്കാൻ കഴിവുള്ളവരായിത്തീരുന്നു എന്നാണ്. അപ്പൊ ഈ മായ ത്രിഗുണാത്മികയാണ്, 3 ഗുണങ്ങളും നിറഞ്ഞതാണ് ഈ മായ. അപ്പൊ അങ്ങനെയുള്ള ഈ മായ അത് പരമാത്മാവിന്റെ തന്നെ ശക്തിയാണ്, പരമാത്മാവിന്റെ തന്നെ ഭാഗമാണ്. അപ്പൊ ആ മായയെ ജയിക്കൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല എന്നാണ്. അത്ര ഈസി ആയിട്ട് ജയിക്കാൻ പറ്റില്ല. പിന്നെ ആർക്കാണ് ജയിക്കാൻ സാധിക്കുക? ആരൊക്കെയാണോ പരമാത്മാവായ എന്നെ തന്നെ സർവാത്മന ശരണം പ്രാപിക്കുന്നത്, അവർക്കൊക്കെ ഈ മായയെ കടക്കാൻ കഴിവുള്ളവരായിത്തീരും അവരെല്ലാവരും എന്നാണ് പറയുന്നത്. യേശ ദൈവീ മായ. അപ്പൊ ഈ മായ എന്ന് പറയുന്നത് ആ പരമാത്മ തത്വത്തിൽ നിന്നുണ്ടാവുന്നത് തന്നെയാണ്, ദേവനിൽ നിന്നുണ്ടാവുന്നതാണ് ഈ മായ എന്ന് പറയുന്നത്. അപ്പൊ മായയുടെ ജോലി എന്താണ്? ബ്രഹ്മം എന്ന് പറയുന്നത്, അല്ലെ, ദേവൻ ബ്രഹ്മം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു എന്താണ്? സച്ചിദാനന്ദ, അല്ലെ, ബോധഘനമാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ബോധമാണ്, തിക് കോൺഷ്യസ്നെസ് എന്ന് പറയാം, അതാണ് ബ്രഹ്മം. ആ ബ്രഹ്മത്തില് പ്രപഞ്ച സൃഷ്ടിക്കായിട്ട് സ്പന്ദിച്ചു വരുന്ന ബ്രഹ്മശക്തിയാണ് മായ എന്ന് പറയുന്നത്. ബ്രഹ്മത്തിന്റെ ശക്തിയാണ് മായ. അത് പ്രപഞ്ച സൃഷ്ടിക്കായിട്ട് ഉയരാണ്, സ്പന്ദിക്കാൻ തുടങ്ങാണ്. അപ്പൊ മായ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താണ്? കാണാനില്ലാത്ത പോലെ എന്നാണ്. കാണാൻ പറ്റില്ല ആളെ. മായ എന്ന് പറയാനേ പറ്റുള്ളൂ, ആളെ കാണാൻ പറ്റില്ല. അപ്പൊ കാണാനില്ലെങ്കിൽ പിന്നെ എങ്ങനെ ശക്തി ഉണ്ടെന്ന് മനസ്സിലാവുക? കാണാനില്ലെങ്കിൽ ശക്തി ഉണ്ടെന്ന് ആരാ പറഞ്ഞാന്നൊരു സംശയം വരാം.
സാധാരണ ശക്തി ഒരു ശക്തി നമുക്ക് കാണാൻ പറ്റില്ല അല്ലെ. ശക്തിയെ നമ്മൾ ഊഹിച്ചറിയണം, ചിന്തിച്ചറിയണം ശക്തി. കാരണം അല്ലാതെ ഒരു വസ്തുവിന്റെയും അല്ലെങ്കിൽ ഒരാളുടെയും ഒരു വസ്തുവിന്റെയും ശക്തി അതേ രൂപത്തില് ഒരാൾക്കും കാണാനായിട്ട് പറ്റില്ല. അപ്പൊ അഗ്നി വളരെ ശക്തിയുണ്ട്, അഗ്നിക്ക് ശക്തിയുണ്ട് നമ്മൾ ഊഹിക്കുകയാണ്. എങ്ങനെയാണ് ഊഹിക്കുന്നത്? ആ അഗ്നി മറ്റെല്ലാത്തിനെയും എരിച്ച് ചാമ്പലാക്കുമ്പോൾ അല്ലെ, അഗ്നിയുടെ ശക്തി നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇത് അഗ്നിയുടെ ശക്തിയാണ്, നമ്മൾ ഊഹിക്കുകയാണ്, ചിന്തിക്കുകയാണ്. അല്ലാതെ ശക്തി നമ്മൾ കാണണമെന്നില്ല. അതേപോലെ തന്നെ ഇപ്പൊ പലതരത്തിലുള്ള സിദ്ധന്മാരുണ്ട്. സിദ്ധന്മാര് പലതരത്തിലുള്ള സിദ്ധികൾ അവർ കാണിക്കുന്നു. അപ്പൊ സിദ്ധികളെ കാണിക്കുമ്പോൾ അവരിൽ ആ ശക്തി നമ്മൾ ആലോചിച്ചറിയണം, വിചാരം ചെയ്ത് അറിയണം, ഊഹിച്ചറിയണം. അതേപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവുന്ന രൂപങ്ങള്, കാര്യമായിരിക്കുന്ന ഈ രൂപങ്ങള് ഉണ്ടാവുന്നു, മറിയുന്നു. ഇത് കാണുമ്പോൾ അല്ലെ, പലതും ഉണ്ടാവുന്നുണ്ട്, അപ്രത്യക്ഷമാവുന്നുണ്ട്. അപ്പൊ ഇത് കാണുമ്പോ അതിന്റെ പരമകാരണമായ ബ്രഹ്മത്തില് ഇങ്ങനെ നാമരൂപങ്ങളെ ഉണ്ടാക്കി ഇല്ലാതാക്കാനുള്ള ശക്തി ഉള്ളതായിട്ട് നമുക്ക് ഊഹിക്കാം എന്നാണ് പറയുന്നത്. അങ്ങനെ ഊഹിച്ച് കണ്ടെത്തി തന്നെ വേണമെന്നാണ്. അപ്പൊ നേരിട്ട് കാണാൻ പറ്റുന്നില്ല, നേരിട്ട് കാണാനില്ലാത്തത് കൊണ്ട് അതൊരു കാരണം. പിന്നെയോ ഈ ശക്തി എന്തിനാണ് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കി മറയ്ക്കുന്നത്? അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാൻ പറ്റില്ല, അതിനൊരു യുക്തിയും പറയാൻ പറ്റില്ല എന്നാണ്. അപ്പൊ ഈ ശക്തിയെ നേരിട്ട് കാണാൻ പറ്റില്ല, ഒന്നാമത്തെ കാരണം. രണ്ടാമത്, ഇത് എന്തിനാണ് ഇങ്ങനെ സ്പന്ദിച്ച് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കി ഇല്ലാതാക്കണ? അതിന് യുക്തിയൊന്നും പറയാനും പറ്റില്ല. അപ്പൊ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ആ ബ്രഹ്മശക്തിക്ക് മായ എന്നൊരു പേര് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പൊ ഇത് യുക്തിപൂർവം ചിന്തിക്കുകയാണെങ്കിൽ അതാ പരമാത്മ വസ്തുവിന്റെ സ്വഭാവം എന്നേ പറയാൻ പറ്റുള്ളൂ എന്നാണ്. അത് അങ്ങനെയാണെന്നേ പറയാൻ പറ്റും അല്ല, അത് അങ്ങനെയാണ്. എന്തിനീ പ്രപഞ്ചം ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി ഒന്നുമില്ല. അതതിന്റെ സ്വഭാവമാണ്, ഉണ്ടായി വരികയാണ്, അത് അതിന്റെ സ്വഭാവമാണ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. മമമായ ഗുണമയി. അപ്പൊ ഈ പ്രപഞ്ചത്തില് അല്ലെ 3 ഗുണങ്ങൾ പറഞ്ഞു. ഒന്ന് സത്വഗുണം. സത്വഗുണം എന്ന് പറഞ്ഞാൽ ആ സത്യത്തെ സത്യാനുഭൂതി, പ്രകാശത്തിന്റെ ഒക്കെ ഗുണമാണ് സത്വം എന്ന് പറയുന്നത്. രജോ ഗുണം എന്ന് പറയുന്നത്, രജോ ഗുണമാണ് കർമ്മത്തിലേക്ക് നയിക്കുക. കർമ്മം ഉണ്ടാക്കുന്നത് രജോ ഗുണമാണ്. കർമ്മം, അതേപോലെ ആ കർമ്മത്തിന്റെ ഫലത്തെ കുറിച്ചുള്ള ചിന്ത, ഇതൊക്കെ ഉണ്ടാക്കുന്ന രജോ ഗുണമാണ്. അപ്പൊ തമോ ഗുണത്തിന്റെ ജോലി എന്തായിരിക്കും? ഒരു വിവേകവുമില്ലാത്ത മോഹം, ആലസ്യം, ഇതിന്റെയൊക്കെ ഗുണമാണ് തമോ ഗുണം എന്ന് പറയും, തമസ് എന്ന് പറയും. അപ്പോ മായ, പരമാത്മാവിന്റെ തന്നെ ഭാഗമായ ശക്തിയായ മായ സ്പന്ദിക്കാൻ തുടങ്ങുന്നതോടുകൂടി, സൃഷ്ടിക്ക് വേണ്ടി സ്പന്ദിച്ചു ഉയരുന്നതോടുകൂടി ഈ 3 ഗുണങ്ങൾ വേർതിരിയും എന്നാണ് പറയുന്നത്. ഈ 3 ഗുണങ്ങളും വേർതിരിഞ്ഞ് ഇത് പല അളവിലും കൂടിച്ചേർന്നിട്ടാണ് ഈ പ്രപഞ്ചത്തിൽ എല്ലാ രൂപങ്ങളും ഉണ്ടാവുന്നത്, പ്രപഞ്ച ഘടകങ്ങളും മുഴുവൻ ഉണ്ടാവുന്നത്. ഈ ത്രിഗുണങ്ങൾ ഓരോ വളരെ വ്യത്യസ്തമായ അളവില് കൂടിച്ചേർന്നിട്ടാണ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഈ 3 ഗുണങ്ങൾ. അപ്പൊ ഇതിലത്തെ ഈ ത്രിഗുണങ്ങളിൽ ഒരെണ്ണം ഇല്ലാതെ കഴിഞ്ഞാൽ പ്രപഞ്ചം തന്നെ ഉണ്ടാവില്ല അല്ലെ, അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു. അപ്പൊ ഈ 3 ഗുണങ്ങളും കൂടി ചേർന്നിട്ടാണ് പ്രപഞ്ചത്തിൽ എല്ലാ ഘടകങ്ങളും ഉണ്ടായിരിക്കുന്നത്, പ്രത്യേക കോമ്പിനേഷനിൽ. അപ്പൊ മനുഷ്യരില് ഈ 3 ഗുണങ്ങളിലെയും ഭാവങ്ങള് ശ്രദ്ധിച്ചു നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് പറയുന്നത് അല്ലെ. നമ്മൾക്കും അറിയാലോ, നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ഏത് ഗുണത്തിനാണ് പ്രാധാന്യം. തമോ ഗുണാണോ, സത്വഗുണാണോ, രജോ ഗുണാണോ? നമ്മൾ വളരെ ശാന്തിയോടുകൂടി, സന്തോഷത്തോടുകൂടി, സമാധാനത്തോടുകൂടി ഇരിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം സത്വഗുണാണ് വർദ്ധിച്ചിരിക്കുന്നത്. അതിലാണ് ആകെപ്പാടെ റെസ്റ്റ്ലെസ്നെസ് ഉണ്ട്, ആഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നു. ഇതൊക്കെയാണെങ്കിൽ രജോ ഗുണമാണ് കൂടിയിരിക്കുന്നത്. ഇനി അതല്ല, നമുക്കൊന്നും ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഇല്ല, ആകെപ്പാട് ഒരു ആലസ്യം, ഉറക്കം തൂങ്ങിയിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ തമോ ഗുണത്തിനാണ് പ്രാധാന്യം. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോ സ്പന്ദനത്തിലൂടെ സ്പന്ദിച്ച് ഈ ഗുണങ്ങളെ പ്രകടമാക്കി സൃഷ്ടി നടത്തുന്നതുകൊണ്ടാണ് മായയെ ഗുണമയി എന്ന് വിളിക്കുന്നത്. ഈ ഗുണങ്ങളിലൂടെയാണ് സൃഷ്ടി നടത്തുന്ന മായ. അപ്പൊ ഈ മായ അത് എങ്ങനെയുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമമായ ദുരത്യയ എന്നാണ് പറയുന്നത്. അപ്പൊ മായയുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇത് പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ ഒന്ന് മാത്രമായിരിക്കുന്ന സത്യത്തെ മറയ്ക്കും മായ, അതിനെ അങ്ങോട്ട് മൂടി. എന്നിട്ടോ പലതുണ്ടെന്ന് തോന്നിച്ച് ഭ്രമം ഉണ്ടാക്കലാണ് മായയുടെ ജോലി എന്ന് പറയും.
പിടികിട്ടിയോ? മനസ്സിലായോ? അപ്പൊ ഇതൊന്നും നമ്മളുടെ കുറ്റല്ല. ഇത് ആരുടെ പണിയാ? മായയുടെ ജോലിയാണ്. മായയാണ് നമ്മളെങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഒന്നാണ് സത്യം, ഒന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ഒരു സത്യത്തില് പലതുണ്ടെന്ന് തോന്നിച്ച് ഭ്രമിപ്പിക്കുകയാണ് മായയുടെ ജോലി എന്നാണ്. അപ്പൊ ഇവിടെ വസ്തു ഒന്ന് മാത്രമേ ഉള്ളൂ, അത് സനാതനമാണ്, എപ്പോഴും ഉള്ളതാണ്, എന്നും ഉള്ളതാണ്. അപ്പൊ സനാതനമായ വസ്തു ഒന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ പലത് കാണാനിട വരുന്നു. അതേപോലെ ജനന മരണങ്ങള്, ബന്ധമോക്ഷങ്ങള്, ഇതൊക്കെ അനുഭവിക്കാനിട വരുന്നതും ഇതൊക്കെ ഒരു ഭ്രമം മാത്രമാണ് എന്നാണ്. മായാഭ്രമമാണെന്ന് സമ്മതിച്ചേ പറ്റൂ എന്നാണ്. മായാഭ്രമം മാത്രമാണ് ഇതൊക്കെ. അപ്പോ ഇത് മുഴുവൻ ഈ സനാതനമായ ഏകത്വം എന്ന് പറയുന്നത് സനാതനമാണ്. യെസ്, ത്രിഗുണങ്ങൾ എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട്, എല്ലാറ്റിലും ഉണ്ട് ത്രിഗുണങ്ങൾ, എല്ലാറ്റിലും ഉണ്ട്. അപ്പൊ ഏകത്വം എന്ന് പറയുന്നത് ഒന്ന് മാത്രമായിരിക്കുന്ന അവസ്ഥ, അത് സനാതനമാണ്, അത് സനാതനമാണ്. പിന്നെ ഒന്നിൽ കൂടുതലുണ്ട് തോന്നുന്ന ഒരു കോലാഹലം, ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല യഥാർത്ഥത്തിൽ. ഒന്നും പലതും, അല്ലെ? അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോ സത്യം എന്ന് പറയുന്ന അദ്വൈതമാണ്, ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ സത്യത്തില് ഒരു കാര്യവുമില്ലാതെ, ഒരർത്ഥവുമില്ലാതെ പലതുണ്ടെന്ന് തോന്നിച്ച് ആ തോന്നൽ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ജനനവും മരണവും, അങ്ങനെ ഒരു ഭ്രമം, ഞാൻ ജനിക്കുന്നു, ഞാൻ മരിക്കുന്നു എന്നുള്ള ഭ്രമം ഉണ്ടാവുന്നു. അതൊക്കെ ഉണ്ടാക്കലാണ് മായയുടെ ജോലി എന്ന് പറയുന്നത്. അപ്പൊ ഈ ജനന മരണങ്ങളും ഭ്രമം, അത് യോഗവാസിഷ്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? യോഗവാസിഷ്ടത്തിൽ അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത്, ഞാൻ ജനിക്കണോ, ഞാൻ മരിക്കണോ, ഇതും ഒരു ഭ്രമമാണ്. അപ്പൊ ഇവിടെ ഈ ആളുകളില് ഭൂരിഭാഗം ആളുകളും പ്രത്യക്ഷത്തില് നമ്മൾക്ക് ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ പറ്റുന്ന ആ നാനാത്വം, ആ പലതുണ്ടെന്ന് വിശ്വസിച്ചു പോകുന്നവരാണ് അധികം ആളുകളും, അല്ലെ? അങ്ങനെയല്ലോ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇവിടെ വേറെ വേറെ കാണുന്നത് ഈ പല പദാർത്ഥങ്ങൾ പലതുണ്ട് എന്ന്, അതാണ് സത്യം എന്ന് വിശ്വസിച്ചു പോകണം ഭൂരിഭാഗം ആളുകൾ. അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കണം എന്നറിയാമോ? യഥാർത്ഥത്തിൽ സുഖം എന്ന് പറയുന്നത് ആത്മസ്വരൂപമാണ്, ആത്മാവിന്റെ സ്വരൂപമാണ് സുഖം എന്ന് പറയുന്നത്. അപ്പൊ ഈ ആത്മസ്വരൂപമായ സുഖം പുറമേയുള്ള ഈ പദാർത്ഥങ്ങളിലാണ് ഉള്ളത് എന്ന് ആളുകള് ഭ്രമിച്ചിരിക്കാൻ കാരണം അതാണ്. അതെങ്ങനെയുള്ള ആളുകള്? മന്ദബുദ്ധികളായ ആളുകള്. നമ്മളെ ഉദ്ദേശിച്ചല്ലായിരിക്കും എന്ന് വിചാരിക്കുക, അല്ല? മന്ദബുദ്ധികളായ ആളുകളാണ് ഈ പുറമേയുള്ള പദാർത്ഥങ്ങളിലാണ് സുഖം ഇരിക്കുന്നത് അല്ലെങ്കിൽ സന്തോഷം ഇരിക്കുന്നത് എന്ന് ധരിച്ചു പോവുകയാണ്. കാരണം ഈ പുറമേ ഉള്ളത് സത്യമാണെന്ന് വിശ്വസിച്ചു പോയി. ഈ പല രൂപത്തിൽ കാണുന്ന പദാർത്ഥങ്ങളൊക്കെ സത്യമാണ് എന്ന് വിശ്വസിച്ചു പോയി. അപ്പൊ അതിലാണ് സുഖമിരിക്കുന്നത് ധരിക്കുന്നു. യഥാർത്ഥത്തിൽ സുഖം എവിടെയാ? ആത്മാവിന്റെ സ്വരൂപമാണ് സുഖം എന്നത്. അപ്പൊ അങ്ങനെ ഈ പുറമേയുള്ള പദാർത്ഥങ്ങളിൽ സുഖമുണ്ടെന്ന് കരുതി അല്ലെങ്കിൽ സന്തോഷമുണ്ടെന്ന് കരുതി അതിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഏതുപോലെ വെച്ച് കഴിഞ്ഞാൽ മരുഭൂമിയിലെ കാനൽ ജലം. മരുഭൂമിയിൽ ദൂരെ നോക്കുമ്പോൾ വെള്ളം ഇങ്ങനെ, തടാകം ഇങ്ങനെ അലയടിക്കുന്നുണ്ടാവും. മൃഗങ്ങൾ വെള്ളം കുടിക്കാനായിട്ട്, അത് യാഥാർത്ഥ്യമാണെന്ന് കരുതി മൃഗങ്ങൾ വെള്ളം കുടിക്കാനായിട്ട് ഓടിച്ചെല്ലും എന്നാണ് പറയുന്നത്. പക്ഷെ ഓടിച്ചെല്ലും തോറും അത് ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കും, അതിലെത്താൻ പറ്റില്ല. അവസാനം ഓടി ആ മൃഗങ്ങൾ ചത്തു വീഴും എന്നാണ് പറയുന്നത് അത് മരുഭൂമി. അതേപോലെയാണ് മനുഷ്യര് സുഖത്തിന് വേണ്ടി ചുറ്റുമുള്ള ജഡമായിരിക്കുന്ന പദാർത്ഥങ്ങളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകള്. അവസാനം ഓടി ഒരു ദിവസം അങ്ങോട്ട് പോകും, അല്ലെ? ആ സുഖം അനുഭവിക്കാൻ ആഗ്രഹവും ബാക്കി വെച്ച് അങ്ങോട്ട് പോകും. പിന്നെന്താ സംഭവിക്കുക? അടുത്ത ജന്മത്തിൽ വീണ്ടും വരും, അടുത്ത ജന്മത്തിൽ ഇതന്നെ പണി, ഓടി തന്നെ. അപ്പൊ ഈ സത്യം മനസ്സിലാക്കിയാൽ മാത്രമാണ്, സത്യത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ജഡപദാർത്ഥങ്ങളിലാണ്, ചുറ്റുമുള്ള പദാർത്ഥങ്ങളിലാണ് സുഖമിരിക്കുന്നത്, സന്തോഷമിരിക്കുന്നത് എന്ന് വിചാരിച്ച് അതിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? രാഗദ്വേഷങ്ങൾ ഉണ്ടാവും ഉള്ളില് രാഗദ്വേഷങ്ങൾ ഉണ്ടാവുന്നു. എന്ന് മാത്രമല്ല, രാഗദ്വേഷങ്ങൾ നിലനിൽക്കത്തോടത്തോളം കാലം ഈ ജീവിതയാത്ര എന്ന് പറയുന്നത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. കാരണം ഈ ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു ശരീരത്തിൽ വരും, അതിലും അവസാനിക്കുന്നില്ല, പിന്നെ വീണ്ടും അടുത്ത ശരീരത്തിൽ വരും, ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ മായ നമ്മളെയൊക്കെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. മായ എന്ന് പറയുന്നത് യഥാർത്ഥ ബ്രഹ്മശക്തിയായ മായയെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്.
ഇതിൽ ആരെങ്കിലും മായ എന്ന് പേരുള്ള ആളുകൾ ഉണ്ടെങ്കിൽ എന്നോട് ദേഷ്യം തോന്നരുത്. ആ മായയല്ല. ബ്രഹ്മശക്തിയായിരിക്കുന്ന മായയെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഓക്കെ. അപ്പൊ മായയുടെ ഈ ഒരു ചതിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ആർക്കാ സാധിക്കുക? അങ്ങേയറ്റം ബുദ്ധിശക്തിയുള്ള ആളുകൾക്ക്, ധൈര്യമുള്ളവർക്ക് മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത് മായയുടെ ഈ പിടിയിൽ നിന്ന്. അപ്പൊ അതുകൊണ്ടാണ് മമമായ ദുരത്തിയ എന്ന് വേഗം പറയുന്ന കാര്യം. അതിനെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത്. മമമായ ദുരത്തിയ, അതിനെ രക്ഷപ്പെടണമെങ്കിൽ അങ്ങേയറ്റം ബുദ്ധിശക്തി വേണം, ധൈര്യവും വേണം. അങ്ങനെയുള്ളവർക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റും. അപ്പൊ ഈ മായാഭ്രമം എന്ന് പറയുന്നത് പലതുണ്ട്. പലത് കാണലാണ് മായാഭ്രമം, പലത് സത്യമാണെന്ന് തോന്നലാണ് മായാഭ്രമം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ മായയെ ജയിക്കാനുള്ള മാർഗം എന്താ? പലതിന്റെ കാഴ്ച വിട്ട് എല്ലാറ്റിലും ഒന്ന് മാത്രമായി നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു വസ്തുവിനെ അന്വേഷിക്കലാണ്. മനസ്സിലായോ? പലതുണ്ടെന്നുള്ളൊരു തോന്നലാണ്. അപ്പൊ ഒരു വസ്തുവാണ് പലതായിട്ട് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടിരിക്കണമെന്ന് പറഞ്ഞു മായയുടെ പ്രവൃത്തി കാരണം. അല്ലെ, ഒന്നിനെ പലതായിട്ട് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. ഇപ്പോ സൂര്യപ്രകാശം ഒന്നേ ഉള്ളൂ അല്ലെ. സൂര്യപ്രകാശം ഒരു സ്ഫടികത്തിലൂടെ, ഒരു പ്രിസത്തിലൂടെ കടത്തിവിട്ട് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് കിടക്കുമ്പോൾ 7 വർണ്ണങ്ങളായിട്ടായിരിക്കും വരിക. ശരിയല്ല? അപ്പൊ ഈ 7 വർണ്ണങ്ങളിൽ കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ ഒരു പ്രകാശത്തിനെ മറന്നുപോകും. അപ്പൊ എന്ത് വേണം? ഈ പലതിന്റെ പല വർണ്ണങ്ങളുടെ കാഴ്ച അതിനെ അങ്ങോട്ട് വിട്ടേക്കുക, അതിൽ ശ്രദ്ധ കൊടുക്കുക. എന്നിട്ടോ ഇത് എവിടെ നിന്നാണ് വരുന്നത്? ആ ഒറ്റ വസ്തുവിൽ. അപ്പൊ എല്ലാറ്റിലും ഒരേപോലെ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു വസ്തുവിനെ അന്വേഷിക്കുകയാണ് അതിനുള്ള മാർഗം, ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഗുരുവിനെ ആശ്രയിക്കുക. അല്ലെ, ആ ഒരു ഭാഗ്യം നമ്മൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഗുരുവിനെ നമ്മൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഗുരുവിനെ ആശ്രയിക്കുക, ശാസ്ത്രത്തിനെ ആശ്രയിക്കുക. എന്നിട്ട് അതിലൂടെ, ആ ഗുരുവിന്റെ ഉപദേശത്തിലൂടെ അവനവന്റെ തന്നെ ശുദ്ധമായ സ്വരൂപം കണ്ടെത്തുകയാണ് ആദ്യം വേണ്ടത്. ഞാൻ ആരാണ്, അതിനെയാണ് ആദ്യം കണ്ടെത്തേണ്ടത്. അപ്പോ സ്വരൂപ ദർശനം ആർക്കാണ് ഇത് സാധിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രപഞ്ചമായി കാണപ്പെടുന്നത് ഒരേ ഒരു ഈശ്വരന്റെ സത്തയാണ്, ഈശ്വരന്റെ അംശമാണ് എന്നുള്ളിൽ ഉറപ്പിക്കുക ഗുരു ഉപദേശത്തിലൂടെ. എന്നിട്ടോ സർവാത്മന ഈശ്വര ബുദ്ധിയെ ശരണം പ്രാപിക്കുക. അങ്ങനെയുള്ള ആൾക്ക് മനസ്സ് ഏകാഗ്രപ്പെടും, വളരെ പെട്ടെന്ന് സ്വരൂപ ദർശനം നേടാൻ സാധിക്കും, സ്വരൂപം അറിയാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഈശ്വര ബുദ്ധി എന്ന് പറയുന്നത്? ഈശ്വര ബുദ്ധി എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, ഈ കാണുന്നത് മുഴുവൻ ഈശ്വരമയമാണ്. ഈശാവാസ്യമിതം സർവം. അല്ലെ, ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരമയമാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെയോ അതെല്ലാം ഈശ്വരാരാധനയാണ്. അത് എന്ന് കണക്കാക്കുക. പിന്നെ നമ്മളുടെയൊക്കെ ലക്ഷ്യം എന്താണ്? ഈശ്വര സാക്ഷാത്കാരമാണ് നമ്മളെ ലക്ഷ്യം. ആ ഈശ്വരനിലേക്ക് ലയിച്ചു ചേരലാണ് നമ്മൾ. ഈ 3 കാര്യങ്ങൾ ഉറപ്പിക്കലാണ്. അതാണ് ഈശ്വര ബുദ്ധി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഈശ്വരമയമാണ്, കർമ്മങ്ങൾ മുഴുവൻ ആ ഈശ്വരനോടുള്ള ആരാധനയാണ്. അവസാനത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ഈശ്വരനെ പ്രാപിക്കലാണ്. അപ്പൊ ഈ കാര്യങ്ങള് ബുദ്ധിയിൽ അഭ്യസിച്ച് ഉറപ്പിക്കുക, അതാണ് ഈശ്വര ബുദ്ധി പുലർത്തുക എന്ന് പറഞ്ഞാൽ. ഇതിന് പ്രപത്തി എന്ന് പറയും. പ്രപത്തി എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പ്രപത്തി അംഗീകരിക്കുന്ന, അതിനനുസരിച്ച് ജീവിക്കുന്നവരുടെ മുന്നിൽ നിന്ന് മായ, അവർ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും മായ അപ്രത്യക്ഷമാവുന്നവർ. മായ അപ്രത്യക്ഷമാവുന്ന മാത്രമല്ല, സത്യം അവർക്ക് മുന്നിൽ തെളിഞ്ഞു വരും. അങ്ങനെയുള്ള ആളുകൾക്ക് മുന്നിൽ സത്യം തെളിഞ്ഞു വരും എന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, സത്യം തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാലോ പിന്നെ ദിവസം തോറും ഓരോ നിമിഷം പ്രതി ശാന്തിയും ആനന്ദവും വർദ്ധിക്കും, ജീവിതം ധന്യമാവും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു സാധന രഹസ്യമാണ് ഭഗവാൻ ഈ ശ്ലോകത്തില് 2ാമത്തെ ഭാഗം കൊണ്ട് പറഞ്ഞിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ ഇപ്പൊ ഈ മായയെ ജയിക്കാനുള്ള മാർഗം ഈശ്വര ബുദ്ധി പുലർത്തല് എന്ന് പറഞ്ഞാൽ പ്രപത്തി എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് എല്ലാവർക്കും അത് സാധിക്കുന്നില്ല, എല്ലാവരും അത് ചെയ്യുന്നില്ലോ? അതിനുള്ള ഉത്തരാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അത് നമ്മൾക്ക് നാളെ നോക്കാം. ഓക്കെ, റൈറ്റ്. കണ്ണുകൾ അടച്ചു വെക്കൂ. ക്ലോസ് യുവർ ഐസ്. നട്ടെല്ല് നിവർന്നിരിക്കുന്നു. കൈകൾ മടിമേൽ മലർത്തിവെക്കാം. ദീർഘമായ ശ്വാസം എടുക്കാം.
സാവകാശം പുറത്തേക്ക് വിടാം. തന്നിൽ തന്നെ വിശ്രമിക്കൂ. ബി വിത്ത് യുവർ സെൽഫ്. ഓം സം സമിഭ്യുവസേ വൃഷന്നഗ്നേ വിശ്വാനര്യ ഇലസ്പദേ സമിഭ്യസേ സനോ വസൂന്യാഭരാ സംഘച്ഛധ്വം സംവദധ്വം സംവോ മനാംസി ജാനതാം ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസത്തെ സമാനോ മന്ത്രഃ സമിതിഃ സമാനീ സമാനം മനഃ സഹ ചിത്തമേഷാം സമാനം മന്ത്രമഭിമന്ത്രൈവ സമാനേന വോഹവിഷാ ജുഹുമി സമാനീവ ആകുർഭൂതിഃ സമാനാ ഹൃദയാനി വഹ സമാനമസ്തു വോ മനോ യഥാ വസ്സു സഹാസതി. നമോ ബ്രഹ്മണേ നമോ വസ്ത്വഗ്നയേ നമ പൃഥവ്യേ നമ ഓഷധിഭ്യഃ നമോ വാചേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായ ശ്വാസമെടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തുറക്കാം.